അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട് ആഞ്ഞടിക്കുന്ന ശൈത്യ കൊടുങ്കാറ്റ് പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ചരിത്രപരമായ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ കാലാവസ്ഥാ വ്യതിയാനം വൻതോതിലുള്ള വൈദ്യുതി തടസ്സത്തിനും ഗതാഗത കുരുക്കിനും കാരണമായി. പ്രവാസികൾക്കും വിദ്യാർത്ഥികൾക്കും തങ്ങൾ ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത ഇത്തരം സാഹചര്യം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ജനജീവിതത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയ ഈ പ്രകൃതിക്ഷോഭം ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇരുട്ടിലാഴ്ത്തിയിരിക്കുന്നത്. ദക്ഷിണ പർവ്വതനിരകൾ മുതൽ ന്യൂ ഇംഗ്ലണ്ട് വരെ നീണ്ടുകിടക്കുന്ന മഞ്ഞുപാളികൾ ഗതാഗത സംവിധാനങ്ങളെയും വൈദ്യുതി വിതരണ ശൃംഖലകളെയും തകർത്തിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം വ്യക്തമാക്കുന്ന ഈ പ്രതിസന്ധി നേരിടാൻ വൈറ്റ് ഹൌസ് നേരിട്ട് ഇടപെടുകയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു കഴിഞ്ഞു. അതിശൈത്യം തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയിലാണ്. അമേരിക്കയിൽ ശക്തമായ ശൈത്യ കൊടുങ്കാറ്റിനെ തുടർന്ന് ജനജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വൈദ്യുതി തടസ്സപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടു. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല സംസ്ഥാനങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിൽ കാലാവസ്ഥ വെല്ലുവിളിയാകുന്നുണ്ട്. തെക്കൻ പർവ്വതനിരകൾ മുതൽ ന്യൂ ഇംഗ്ലണ്ട് വരെയുള്ള മേഖലകളിൽ വ്യാപകമായി മഞ്ഞുവീഴ്ചയുണ്ട്. ഇതിനു പുറമെ മഴയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും. ജനസംഖ്യയുടെ പകുതിയിലധികം പേരെ അതിശൈത്യം ബാധിച്ചതായി നാഷണൽ വെതർ സർവീസിന്റെ റിപ്പോർട്ടിലുണ്ട്. റോഡുകളിലെല്ലാം മഞ്ഞുപാളികൾ രൂപപ്പെടുകയും അടിയന്തര സർവീസുകൾ പോലും തടസ്സപ്പെടുകയും ചെയ്തു. ടെന്നസിയിൽ മാത്രം 3 ലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുതി മുടങ്ങി. മിസിസിപ്പി, ടെക്സസ്, ലൂസിയാന എന്നിവിടങ്ങളിലും ലക്ഷക്കണക്കിന് വീടുകളിൽ വൈദ്യുതി നഷ്ടപ്പെട്ടു. കെന്റക്കി, ജോർജിയ, നോർത്ത് കരോലിന, അലബാമ സംസ്ഥാനങ്ങളും ഈ കൊടുങ്കാറ്റിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വന്നു. വൈദ്യുതി വിതരണ ശൃംഖലയുടെ സ്ഥിരത വർദ്ധിപ്പിക്കാൻ US ഊർജ്ജ വകുപ്പ് അടിയന്തര ഉത്തരവുകൾ നൽകി കഴിഞ്ഞു. ടെക്സസിലെ ഇലക്ട്രിക് റിലയബിലിറ്റി കൗൺസിലിന് ഡേറ്റാ സെന്ററുകൾ പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ ബാക്കപ്പ് ജനറേറ്ററുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകി. മിഡ് അറ്റ്ലാന്റിക് മേഖലയിൽ ചില സംസ്ഥാനങ്ങളുടെയോ പരിസ്ഥിതിയുടെയോ നിയന്ത്രണങ്ങൾ മറികടന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഇന്റർനെറ്റ് കണക്ഷന് സമാനമായ അധികാരവും ഒക്കെ നൽകിയിട്ടുണ്ട്. ശക്തമായ ശൈത്യ കൊടുങ്കാറ്റ്, മഞ്ഞ്, അപകടകരമായ തണുപ്പ് എന്നിവ അടുത്ത ആഴ്ച വരെ അമേരിക്കയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ വ്യാപിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ഈ കൊടുങ്കാറ്റിനെ ചരിത്രപരമായതെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗത്ത് കരോലിന, വിർജീനിയ, ടെന്നസി, ജോർജിയ, നോർത്ത് കരോലിന, അർക്കൻസസ്, കെന്റക്കി, ലൂസിയാന, മിസിസിപ്പി, ഇന്ത്യാന, വെസ്റ്റ് വിർജീനിയ എന്നിവിടങ്ങളിൽ ഫെഡറൽ അടിയന്തര ദുരന്ത പ്രഖ്യാപനം അംഗീകരിച്ചു. പ്രകൃതിയുടെ പ്രഹരശേഷിക്ക് മുന്നിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പോലും പതറുന്ന കാഴ്ചയാണ് അമേരിക്കയിൽ ദൃശ്യമാകുന്നത്. ഫെഡറൽ ഭരണകൂടം സ്വീകരിച്ച അടിയന്തര നടപടികൾ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും സാധാരണ നിലയിലേക്ക് മടങ്ങാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ഇത്തരം തീവ്രമായ പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ ഊർജ്ജ ശൃംഖലകൾ കൂടുതൽ ശാക്തീകരിക്കേണ്ടതുണ്ട്. അത്യാവശ്യ സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരുന്നതാകും നല്ലത്. ഇത് ജീവഹാനിയും മറ്റ് അപകടങ്ങളും ഒക്കെ ഒഴിവാക്കാൻ സഹായിക്കും. ലോകം മുഴുവൻ ഈ പ്രതിസന്ധിയെ ഉറ്റുനോക്കുമ്പോൾ വരും ദിവസങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾ നിർണായകമാണ്. ശരീര താപനില നിലനിർത്താൻ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, മറ്റു മുൻകരുതലുകളും ഒക്കെ സ്വീകരിക്കണം. തണുപ്പ് നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുട്ടികളോ പ്രായമായവരോ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക കരുതൽ നൽകുക. റോഡുകളിൽ മഞ്ഞുപാളികൾ രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ അല്ലാതെ വാഹനം ഓടിക്കരുത്. പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നിരന്തരം സമ്പർക്കം പുലർത്തുക. ഈ കാലാവസ്ഥാ മാറ്റത്തിൽ എടുക്കേണ്ട മുൻകരുതലുകളെല്ലാം കൃത്യമായി എടുക്കുക. പ്രായമായവരെയും കുട്ടികളെയും പ്രത്യേകം ശ്രദ്ധിക്കുക.